ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ്. കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിനും സിനിമയുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താനുമായി രഞ്ജിത്തിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. രഞ്ജിത്തിനെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കും. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ കസ്റ്റഡി അപേക്ഷ വീണ്ടും നൽകുകയാണ്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന്റെ ആദ്യം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം കാര്യമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. 3 ദിവസമായിരുന്നു പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നത്. ഇദ്ദേഹത്തെ സംഭവം നടന്ന ഈ ഷൂട്ടിംഗ് സെറ്റിൽ എത്തിച്ച് ഒപ്പം തന്നെ ക്യാരവാനിൽ എത്തിച്ചും ഒക്കെ തെളിവെടുപ്പ് നടത്തി. പക്ഷേ ചോദ്യം ചെയ്യലിനോട് രഞ്ജിത്ത് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉള്ളതിനാൽ 1 ദിവസം മുൻപ് ഇദ്ദേഹത്തെ തിരികെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് കടന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്ന കാര്യങ്ങളിലേക്കാണ്. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർന്നാണ് ഇന്നലെ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയത്. ആ കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഈ സിനിമാ സെറ്റിലുള്ളവരുടെ മൊഴിയെടുക്കണം, സിനിമാ സെറ്റിലുണ്ടായിരുന്ന ചില രേഖകൾ കണ്ടെടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്, ഒപ്പം തന്നെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കണം. അപ്പോൾ ഇതിനൊക്കെ രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ അനിവാര്യമാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ തനിക്കെതിരെയുള്ളത് ഒരു ഗൂഢാലോചനയാണെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്ത് സമർപ്പിച്ച ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഈ നടിയുടെ അഭിനയത്തെ താൻ മോശമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നടിയുടെ അഭിനയത്തെ വിമർശിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു പരാതി നൽകിയതെന്നാണ് സംവിധായകൻ പറയുന്നത്. ഏതായാലും പോലീസ് കാര്യമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെളിവെടുപ്പടക്കം നടത്തിയ കേസിൽ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, നിതിൻ സേവ്യർ ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.